ദേ ഇങ്ങനെയുള്ള ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ കളയേണ്ട ആവശ്യമില്ല, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി പറ്റിയ തരത്തിലുള്ള ഒരു കുഞ്ഞു ഗിഫ്റ്റ് ബോക്സ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ബോക്സിന്റെ മുകളിലത്തെ ഒരു ഭാഗം മാത്രം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് രണ്ട് സൈഡും നമ്മൾ ഗം വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു. അതിനുശേഷം ഈ ബോക്സ് മുഴുവനായിട്ട് ഏതെങ്കിലും ഒരു കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പിങ്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഇതുപോലെ തിക്കായിട്ടുള്ള പേപ്പറാണ് വേണ്ടത്. ഐവറി ഷീറ്റോ അല്ലെങ്കിൽ ചാർട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ബോക്സ് ഈ പേപ്പറിന്റെ ഉള്ളിൽ വെക്കുന്ന രീതിയിൽ പേപ്പർ ഇതുപോലെ മടക്കിയെടുക്കണം. എന്നിട്ട് ഞാൻ എൻ്റെ മുകളിൽ വെച്ച് ഈ പേപ്പർ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാലന്റൈൻസ് ഡേ ഒക്കെ വരികയല്ല, അതുകൊണ്ട് തന്നെ വാലന്റൈൻസ് ഡേ തീമിൽ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് ചെറിയ ഹാർട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, ഏതെങ്കിലും പാറ്റേൺ പേപ്പർ അല്ലെങ്കിൽ കളർ പേപ്പർ ഒട്ടിച്ചാലും മതി. പിന്നെ ഇത് ഈ പേപ്പറിൻ്റെ ഉള്ളിലായിട്ട് ഒരു സാറ്റൻ റിബണും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, നമ്മുടെ ബോക്സ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കെട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇത് അതിൻ്റെ മുകളിലായിട്ട് ആ ബോക്സ് കൂടെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ ഈ വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊന്നും ഗിഫ്റ്റ് ബോക്സ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കുറച്ച് വലിയ ബോക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല വലിയൊരു ഗിഫ്റ്റ് ഹാമ്പർ തന്നെ സെറ്റ് ചെയ്യാം.